ഇന്ന് നമ്മുടെ നാട്ടിൽ ഒക്കെ ഇദ്ദ എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട ഈ ഇതിൽ കാണാൻ ഭർത്താവിൻ്റെ മയ്യത്ത് എടുക്കുന്നത് വരെ പെണ്ണ് ഇദ്ദയിലൊന്നല്ല. മയ്യത്ത് എന്താണ് വീട്ടിൽ നിന്ന് ഇറക്കുന്നതോടുകൂടി കുറേ ആളുകൾ ഈ പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോയി നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കുന്നു. എന്തോ ഒരു പ്രത്യേക ഒരു ഭീകരാവസ്ഥയാണ്. മയ്യത്ത് കുളിപ്പിച്ചതിൻ്റെ ജീവനുള്ള മനുഷ്യനെ കുളിപ്പിക്കും. മറ്റേ കുറച്ച് മുമ്പ് മയ്യത്ത് കുളിപ്പിച്ചു. പിന്നെ മയ്യത്തിന് കഫൻ പുതപ്പിക്കണതിന് പകരം ഇവരെ ഒരു വെള്ളത്തുണിയിലൊന്നായിട്ട് മൂടി എന്തോ ഒരു ഭീകര അവസ്ഥയിൽ ഇങ്ങനെ മാറ്റി. പിന്നെ റൂമിൻ്റെ വാതിലിന് പ്രത്യേക കർട്ടൻ അന്ന് മുതൽ സ്ഥാപിച്ചു, ജനലിന് കർട്ടൻ സ്ഥാപിച്ചു. അതെ, ഒരു സൂര്യപ്രകാശം പോലും തട്ടാത്ത രൂപത്തിൽ പിന്നീട് ആകെ ഒരു എന്താ പറയുക, ജാഹിലിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു എഴുതൻ്റെ രീതിയുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുമാർ രൂപത്തിലാണ് പലപ്പോഴും ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതൊരിക്കലും അങ്ങനത്തെ ഇസ്ലാമിൽ അതേ ഇല്ല. ഇപ്പോൾ ഒരാൾ മരിച്ചു, ഭർത്താവ് മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞത് മുതൽ ആ പെണ്ണ് അപ്പം തന്നെ എഴുതി ആയിക്കഴിഞ്ഞു. അങ്ങനെ ഇനി അത് മറവ് ചെയ്യുന്നുണ്ടോ ഇല്ല അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അത് കഴിഞ്ഞ് ആ മരിച്ച വാർത്ത കേട്ട അവിടെ മുതൽ അങ്ങോട്ടാണ്. അപ്പൊ ഇനിയൊരു ഒരു പക്ഷേ മയ്യത്ത് ചിലപ്പോ ഗൾഫിൽ നിന്നൊക്കെ വരാൻ 2-3 ദിവസങ്ങൾക്ക് എടുത്തേക്കാം. ഇനി ഈ പെണ്ണ് ഇദ്ദയിലാണല്ലോ, അപ്പോഴും ഇദ്ദയിലാണുള്ളത്. മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ ഇവിടെ മയ്യത്ത് ഇവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരേണ്ടത്. അവിടെ മുതലേ ഇദ്ദ തുടങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ അവളോട് 4 മാസവും 10 ദിവസവും കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചയും കൂടി ഏറെ എന്താക്കാണ് ഇദ്ദ അനുഷ്ഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതിൽ ഫുഖഹാക്കൾ എത്രത്തോളം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭർത്താവ് മരിച്ച വിവരം പെണ്ണറിയുന്നത് 4 മാസം 9 ദിവസം കഴിഞ്ഞിട്ടാണ്. അത് പഴയ കാലത്തെ ചർച്ചകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മാതിരി വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാത്ത കാലമല്ല. അപ്പോൾ വാർത്തകൾ എത്തി വന്നപ്പോഴേക്കും 4 മാസം 9 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ പെണ്ണൊരു ദിവസം ഇദ്ദ എന്നാൽ മതി എന്നാണ്. കഴിഞ്ഞു. ഒറ്റ ദിവസമാണ് ഇദ്ദ അനുഷ്ഠാനം എന്ന് പറയുന്നത്. അതിൽ പ്രത്യേക പ്രാർത്ഥനകളോ അതിനുവേണ്ടി പ്രത്യേക രൂപങ്ങളോ വിഭാഗത്തുകളോ ഒന്നുമില്ല. സാധാരണ ജീവിതം എങ്ങനെയാണോ ജീവിക്കുന്നത് അത് റൂമിൽ അടഞ്ഞുകൂടി ഇരിക്കേണ്ട ആവശ്യമില്ല. തൻ്റെ വീട്ടിലെ സാധാരണ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുമായിട്ട് ചെയ്യാം. സാധാരണ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. എന്നാൽ ഹിദാദിൻ്റെ ഭാഗമായി പണ്ഡിതന്മാർ 4-5 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞതിൽ ഭയങ്കര മോടിയുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള രൂപത്തിലുള്ള അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നിലയ്ക്ക് അലങ്കാരം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഈ സുറുമയിടുന്ന രീതികൾ ഇങ്ങനെ, അതായത് ഒരു പെണ്ണ് മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്ന സമയത്ത് അതെ അണിഞ്ഞൊരുങ്ങുന്നത് പോലെയുള്ള അണിഞ്ഞൊരുങ്ങലൊന്നും പാടില്ല. മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള രൂപത്തിലുള്ള അണിഞ്ഞൊരുങ്ങലുകളൊന്നും പാടില്ല എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നത് കാണാൻ കഴിയും.